الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ എഴുത്തിക്കാഫിൻ്റെ നിയത്തോടുകൂടി ഇരിക്കുന്നതും പിരിയുന്നതൊക്കെ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള രോഗികൾക്കൊക്കെ അള്ളാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദിന്റെ സ്വർഗീയ ദറജ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. സേവനങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കടപ്പാടാണ്. അതിലുപരി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉപദേശിക്കുകയാണ്. ഞാൻ എന്തൊരു കാര്യം നിങ്ങളോട് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങളോട് എന്ത് കാര്യങ്ങൾ ഞാൻ നന്മകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കഴിയുന്ന മാതിരി നിങ്ങൾ ചെയ്യണേ എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നന്മയുടെ വിഷയത്തിൽ കഴിയുന്ന മാതിരി നിങ്ങൾ ചെയ്യണമെന്നും അല്ല തിന്മയുടെ കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ മാറി നിൽക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വിരോധനത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിനെ പേടിച്ച്, അള്ളാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് കൊണ്ടിട്ടായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. കഴിയുന്ന പരമാവധി നന്മകൾ അധികരിപ്പിക്കുക. നന്മകൾ അധികരിപ്പിക്കലോടുകൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സദാസമയം അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു എന്നെ നോക്കി കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. തെറ്റുകൾ ചെയ്യുമ്പോൾ പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കൂല എന്നാണ്. അതിലുപരി തെറ്റിൽ നിന്ന് അവൻ മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത്, വ്യഭിചരിക്കുന്ന സമയത്ത്, കള്ള് കുടിക്കുന്ന സമയത്ത്, ഹറാമുകൾ ചെയ്യുന്ന സമയത്ത്, പലിശ വാങ്ങുന്ന സമയത്ത്, പലിശ കൊടുക്കുന്ന സമയത്ത്, മറ്റുള്ള ഹറാമുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈമാനിന് കളങ്കം വരും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നന്മകൾ അധികരിപ്പിക്കുകയും അതിലുപരി തിന്മകളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. എങ്കിൽ മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മാറി നിന്നിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ മരിക്കുന്ന സമയത്ത് പോലും ഈമാൻ തെറ്റി മരിക്കുമോ എന്ന കാര്യത്തിൽ പോലും നമ്മൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. മിക്ക സമയത്തും ദോഷങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കാൻ സാധിക്കൂല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് കണക്കാക്കിയ ഒരു നിയമമാണ്. ചില മരണങ്ങൾ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തെ ആയിരിക്കും വേദനിപ്പിക്കുക, അല്ല എങ്കിൽ ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു സംഘടനയെ. പക്ഷേ മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സമൂഹത്തെ എന്നല്ല ഈ ലോകത്തെ മുഴുവനും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണമാണ് ഇവിടെ ഉണ്ടായത്. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. എത്ര ശരിയാണ് ആ പറഞ്ഞത്. ഒരു ആലിമിന്റെ മരണം എന്ന് പറഞ്ഞാൽ, ഒരു പണ്ഡിതന്റെ മരണം എന്ന്
പറഞ്ഞാൽ അത് ലോകരുടെ മരണമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശിയാണ്. അതിലുപരി 10 വർഷക്കാലം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അല്ലാഹുവേ, ഉസ്താദിന്റെ സ്വർഗീയ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. ഇൽമിന്റെ നിറകുടമായിരുന്നു. ആഗോളതരത്തിൽ പോലും ഈ മുസ്ലിം സമൂഹത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നന്മ മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം നന്മകൾ പ്രവർത്തിച്ച മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്. ഷെയ്ഖുന അവരുടെ വഫാത്ത് അറിഞ്ഞതിന് ശേഷം എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ അടുത്ത പ്രദേശമല്ല തിരൂർക്കാട് എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത്. നാനാഭാഗത്തു നിന്ന്, ഒരുപാട് വിദൂര ദിക്കുകളിൽ നിന്ന് ഷെയ്ഖുനയുടെ ജനാസ കാണാൻ വേണ്ടി, ഷെയ്ഖുനയെ ഒരു നോട്ടം കാണാൻ വേണ്ടി, അവിടത്തേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തിയെങ്കിൽ അദ്ദേഹത്തെ അല്ലാഹു ഖബൂൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിച്ചത് കൊണ്ടിട്ടായിരുന്നു. ഒരുപാട് ജനാവലിയായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാനും അതുപോലെ ആ ജനാസ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാനടക്കമുള്ള ഒരുപാട് ഫൈളി ബിരുദധാരികള് എന്റെ മുമ്പിലുണ്ടല്ലോ. ഞാനടക്കമുള്ള ഒരുപാട് ഉസ്താദുമാർക്ക് 2 വർഷക്കാലം ബുഖാരി ഓതി തന്ന മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് കിതാബ് ഓതി തരുന്ന സമയത്ത് എന്തൊരു ആവേശത്തോടു കൂടിയായിരുന്നു ഉസ്താദ് ഓതി തന്നിരുന്നത്. ഉസ്താദ് UAE പോകുമ്പോ, അല്ലെങ്കിൽ ദുബായിൽ പോകുമ്പോ, അബുദാബിയിൽ പോകുന്ന സമയത്ത്, ഉസ്താദ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മക്കൾക്ക് ഞാൻ ഇൽമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജാമ്യയിലേക്ക് കടന്നു വരും. എന്നിട്ട് ഇൽമ പറഞ്ഞു തന്നതിന് ശേഷമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം ഇൽമിനെയും സമൂഹത്തെയും മുതഅല്ലിമീങ്ങളെയും അതിരറ്റ് സ്നേഹിച്ച ആളായിരുന്നു മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്. വിനയത്തിന്റെ നിറകുടം. ഒരു വിനയം, തവാദു ആരിലൂടെ കാണണമെങ്കിൽ അത് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ കുട്ടികളെ പോലെ ഒരു പക്ഷേ പെരുമാറിയിട്ടുണ്ടാകും. എങ്കിലും ഉസ്താദിന്റെ ഈ വിയോഗം എന്ന് പറഞ്ഞാൽ ലോകരുടെ വിയോഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത പള്ളിയാണ് നമ്മുടെ പള്ളി. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹല്ലിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉസ്താദിന്റെ പേരിൽ ജനാസ നിസ്കരിക്കണം. ഉസ്താദിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യണം? മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഉസ്താദിന്റെ പേരിലുള്ള ഈ ദുആവും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാവൂ. അതിലുപരി ഉലമാഇന്റെ മരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഖില്ലത്തുൽ ഉലമാ, ഉലമാക്കൾ കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞാൽ ഉലമാക്കളുടെ മരണം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ആലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള ഏതൊരു വിഷയത്തിലും ഒരുപാട് ഭാഷയിൽ ഉസ്താദ് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷിലൂടെ, ഉറുദുവിലൂടെ, പല അറബികളിലൂടെ ഒരുപാട് ആളുകൾ ജാമിഅ എന്ന് പറയുന്ന ആ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ഭാഷയിലുള്ള ആളുകൾ വരുമ്പോൾ ഉസ്താദ് അവരോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഉസ്താദ് എവിടെ നിന്ന് പഠിച്ചു എന്ന് പോലും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ഫൈളി ബിരുദധാരിയായ ഞാനടക്കമുള്ള ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിലും ഒരുപാട് ഫൈളിമാരുണ്ട്. പക്ഷേ ഉസ്താദിന്റെ ഓർമ്മകൾ ഇന്നും മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദിനോടുള്ള കടമയാണ്, കടപ്പാടാണ് നമുക്ക് ഉസ്താദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ജുമുഅ കഴിഞ്ഞതിന് ശേഷം ഉസ്താദിന്റെ പേരിൽ നമുക്ക് പ്രാർത്ഥന നിർവഹിക്കണം. റബ്ബ് തആല ഉസ്താദിനെ ഖബൂൽ ചെയ്യട്ടെ. ഉസ്താദിന്റെ സേവനങ്ങളൊക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗശൈലിയിൽ കടക്കുന്ന സമയത്ത് പോലും ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ജീവിച്ച ഉസ്താദാണ്. അല്ലാഹുവേ, നിങ്ങളുടെ ഉസ്താദിനെ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. സ്വർഗീയ ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.